നമസ്തേ. ഇന്ന് നല്ലൊരു മാസത്തിൻ്റെ തുടക്കമായ ആദ്യ ദിനമാണ്. മെയ് 17 മുതൽ ജൂൺ 15 വരെ അധിക മാസം അഥവാ പുരുഷോത്തമ മാസം എന്നറിയപ്പെടുന്ന മാസമാണ്. എന്താണ് ഈ പുരുഷോത്തമ മാസം അല്ലെങ്കിൽ അധിക മാസം? ചന്ദ്രവർഷത്തിൻ്റെയും സൗരവർഷത്തിൻ്റെയും വ്യത്യാസം പരിഹരിക്കാൻ ആണ് അധിക മാസം ചേർക്കുന്നത്. 3 വർഷം കൂടുമ്പോഴാണ് അധിക മാസം ഉണ്ടാകുന്നത്. ഈ മാസത്തിൽ സംക്രാന്തി ഉണ്ടാകാറില്ല. അധിക മാസത്തിൽ സൂര്യസംക്രാന്തി ഇല്ലാത്തതുകൊണ്ട് ആരും ഭൗതികമായ ശുഭകാര്യങ്ങൾ ഈ മാസത്തിൽ ചെയ്യാറില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മാസത്തിന് മലമാസം, അശുദ്ധി മാസം എന്നൊക്കെയാണ് പണ്ട് പേര് നൽകിയിരുന്നത്. ഇതിൽ വിഷമിച്ച അധിക മാസം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിഷ്ണു ഭഗവാൻ ആ പ്രാർത്ഥനയിൽ സംപ്രീതനായപ്പോൾ ഇനി മുതൽ എൻ്റെ പേരിൽ നീ അറിയപ്പെടുമെന്നൊരു ആശീർവാദം നൽകി. അങ്ങനെയാണ് അധിക മാസത്തിന് പുരുഷോത്തമ മാസം എന്ന പേര് വന്നത്. പുണ്യക്ഷേത്ര ദർശനം, നദീസ്നാനം, ജപം, ദാനം തുടങ്ങിയവ ചെയ്യുന്നത് 1000 ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് 2-3 കഥകൾ പുരുഷോത്തമ മാസത്തിനുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്. ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് തൻ്റെ മരണം സംഭവിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞത് എല്ലാവർക്കും അറിയാലോ. മനുഷ്യനോ മൃഗങ്ങളോ കൊല്ലരുത്, രാത്രിയോ പകലോ ആകരുത്, ആകാശത്തോ ഭൂമിയിലോ വെച്ച് മരിക്കരുത്, അകത്തോ പുറത്തോ ആകരുത്, ആയുധങ്ങൾ കൊണ്ട് വധിക്കപ്പെടരുത്. ഇതോടൊപ്പം ഒന്നുകൂടി പറഞ്ഞു, വർഷത്തിലെ 12 മാസങ്ങളിൽ ഒന്നിൻ്റെയും പരിധിയിൽ വെച്ച് എന്നെ കൊല്ലാൻ സാധിക്കരുതെന്ന്. സ്വയം അമരനാണെന്ന് വിശ്വസിച്ച് ആക്രമണം തുടങ്ങി ഹിരണ്യകശിപു. എന്നാൽ ഭഗവാനോടാണോ കളി? എല്ലാ നിബന്ധനകളും മറികടക്കാൻ കൃത്യമായ വഴി കണ്ടെത്തി വധിക്കപ്പെടേണ്ട സമയത്ത് ഭഗവാൻ പ്രപഞ്ചത്തിൽ 13ാമതായിട്ടൊരു അധിക മാസം അഥവാ പുരുഷോത്തമ മാസം സൃഷ്ടിച്ചു. മനുഷ്യനും പകുതി സിംഹരൂപവുമായിട്ട് രൂപത്തിൽ ഭഗവാൻ നരസിംഹാവതാരമായി വന്നു. അങ്ങനെ രാത്രിയോ പകലോ അല്ല, സന്ധ്യാനേരം അകത്തോ പുറത്തോ അല്ല, ഉമ്മറപ്പടിയിൽ വെച്ച് ഭൂമിയിലോ ആകാശത്തോ അല്ല, തൻ്റെ മടിയിൽ കിടത്തി മറ്റായുധങ്ങളൊന്നുമില്ലാതെ തൻ്റെ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് 12 മാസങ്ങളിലുമല്ല, പുരുഷോത്തമ മാസത്തിൽ ഹിരണ്യകശിപുവിനെ ഭഗവാൻ വധിച്ചു, മോക്ഷം നൽകി. ഇതാണൊരു കഥ. പുരുഷോത്തമ മാസത്തിൻ്റെ ഒരു കഥ ഇങ്ങനെയാണ്. രണ്ടാമത്തെ കഥ ഇങ്ങനെയാണ്. ദ്രൗപദിയുടെ മുജ്ജന്മ കഥയാണിത്. ദ്രൗപദി തൻ്റെ മുജ്ജന്മത്തിൽ മേധാവി എന്ന മഹർഷിയുടെ മകളായിരുന്നു. ചെറുപ്പത്തിലെ ആ കുട്ടി അനാഥയായി. തനിക്ക് അനുയോജ്യമായ ഒരു ഭർത്താവിനെ ലഭിക്കാൻ കാട്ടിൽ കഠിന തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ദുർവാസാവ് മഹർഷി അത് കാണുകയും ഇപ്പോൾ പുരുഷോത്തമ മാസമാണ്, അതുകൊണ്ട് വിഷ്ണു ഭഗവാനെ ആരാധിച്ചാൽ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും എന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ അഹങ്കാരിയും ഭക്തിയില്ലാത്തതായ ആ പെൺകുട്ടി മഹർഷി പറഞ്ഞതിനെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. തുടർന്ന് പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി തനിക്ക് സർവഗുണ സമ്പന്നനായ ഭർത്താവിനെ വേണമെന്ന് 5 തവണ ആവർത്തിച്ചു ആവശ്യപ്പെട്ടത്രേ. അങ്ങനെ 5 തവണ ആവശ്യപ്പെട്ടതുകൊണ്ട് പുരുഷോത്തമ മാസത്തെ നിന്ദിച്ചതിൻ്റെ ഫലമായി അടുത്ത ജന്മത്തിൽ ദ്രൗപദിയായി ജനിക്കുകയും ഒരേ സമയം എല്ലാ ഗുണങ്ങളുമുള്ള 5 ഭർത്താക്കന്മാരെ, അതായത് പാണ്ഡവരെ ലഭിച്ചു. മാത്രമല്ല ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. ഇതിനെ തുടർന്ന് പാണ്ഡവരുടെ വനവാസ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരെ സന്ദർശിച്ചപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഭഗവാന്. കാരണം അവരുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് വരാനുള്ള കാരണം ഭഗവാൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണത്രേ. നിങ്ങൾ മുൻപ് പുരുഷോത്തമ മാസത്തിൽ പ്രാർത്ഥനകളോ വ്രതങ്ങളോ ഒന്നും ചെയ്യാതെ വെറുതെ ആ മാസത്തെ കളഞ്ഞു. അതിൻ്റെ പേരിലാണ് നിങ്ങൾക്കിപ്പോൾ എല്ലാം, അത് എൻ്റെ മാസം കൂടിയാണ്, അത് ഞാൻ അധിപനായ എൻ്റെ മാസത്തെ പോലും നിങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടതും കാട്ടിൽ അലയേണ്ടി വന്നതും എന്ന് ഭഗവാൻ പറഞ്ഞു അത്രേ. പിന്നെ തെറ്റ് മനസ്സിലായപ്പോൾ അവർ അടുത്തതായി വന്ന പുരുഷോത്തമ മാസം ഭക്തിപൂർവ്വം നിർവഹിച്ച് വനവാസ ശേഷം അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വന്നു എന്നതും നമുക്കറിയുന്ന കാര്യമാണ്. അടുത്തത് വേറൊരു രാജാവിൻ്റെ കഥയാണ്.
ദ്യുമത്സ്നേന. അപ്പോൾ ശത്രുക്കളാലെല്ലാം നഷ്ടപ്പെട്ടു ആ രാജാവിന്. അയാൾ അന്ധനായി. അങ്ങനെ കാട്ടിൽ വസിക്കുന്ന സമയത്ത് ഒരു കാട്ടിലുള്ള ഋഷിമാരുടെ ഉപദേശമൊക്കെ പ്രകാരം പുരുഷോത്തമ മാസം നോൽക്കുകയുണ്ടായി. അവർക്ക് പറ്റുന്നത് പോലെ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയതെല്ലാം ആ രാജാവിന് പിന്നീട് തിരിച്ചു കിട്ടി എന്നാണ് വേറൊരു ഐതിഹ്യം. അപ്പോൾ നമ്മളും ഈ മാസം നമ്മളെ കൊണ്ടാകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക, പുണ്യ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്യുക, പുണ്യനദികളിൽ സ്നാനം ചെയ്യുക, ദാനം ചെയ്യുക, ജപിക്കുക, ദീപം നമ്മൾ തുളസിത്തറയിൽ ദീപം ജ്വലിപ്പിക്കുക. ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ അധികവും മാംസാഹാരങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. ലഹരി പദാർത്ഥങ്ങളെല്ലാം ഈ മാസം ജൂൺ 15 വരെ ഒഴിവാക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുരുഷോത്തമ മാസം ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ആശംസിക്കുന്നു. രാധേ രാധേ.